എടാ സുലൈമാൻ, സുലു, എടാ സുലു, നീ എന്താ ഇവിടെ? നീ എന്താ ഈ സമയത്ത് ഇവിടെ? ആ, നിങ്ങൾ രണ്ടാളിത് എങ്ങട്ടാ? ചന്തയില് മൂരിക്കുട്ടനെ വാങ്ങാൻ വന്ന കച്ചവടക്കാരെ പോലെ. അതാടെ നിക്കട്ടെ മോനെ, എനിക്കെന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഞാനോ? അതായത് മൊയ്തുണ്ണി, ഞാനിവിടെ. അതായതല്ല, തേങ്ങാക്കൊല. ഇനി കഥ പ്രസംഗിക്കാണ്ട് കാര്യം പറ സുലൈമാനെ. ഇവിടെ റൂമുണ്ടെന്ന് ആരേനും പറഞ്ഞേ? ആരേനും പറഞ്ഞത്? കൊണാപ്പനാണോ? സുലൈമാനെ, മൊയ്തുണ്ണീനാ? സുലൈമാനെ, കുറച്ച് കാശ് കയ്യിൽ വരുമ്പോ ഞമ്മക്ക് ചിലപ്പോ തോന്നലുകളും പൂതികളൊക്കെ വരും. അത് ഇന്ത്യയോ എന്റെയോ കുഴപ്പമല്ല. തൊലിവെളുപ്പുള്ള ചരക്കുകളെ കാണുമ്പോ നമ്മളെ കാത്തിരിക്കുന്ന ഭാര്യമാരെ മറക്കരുത്. നമ്മളെ കുട്ടികളും പെറ്റുപോറ്റി അടുക്കളയിലെ പുകയും കരിയും കൊണ്ട് ഉള്ളുരുക്കവും പിടിച്ച് എല്ലും തോലുമായി നിറമങ്ങുമ്പോ ഉമ്മക്കോളം അടുക്കും. ഓരോ മറന്നു കളിച്ചാ പടച്ചവൻ പൊറുക്കൂലടോ. എന്തായിരുന്നു ചന്ദ്രട്ടന്റെ അവസ്ഥ? കള്ളും പെണ്ണും ബാറും. ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ പോയില്ലേ? ഇപ്പൊ തലയായിക്കാൻ ഒരു കൂരക്ക് വേണ്ടി പണിയെടുക്ക. പാവം എപ്പോഴാവുമെന്ന് പടച്ചോനറിയാം. പോയതൊന്നും തിരിച്ചു കിട്ടൂല. ഇതുകൊണ്ടൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ നോക്ക്. ഒന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല സുലൈമാനെ. ഇനിയിവിടെ പെണ്ണുങ്ങളെത്ത് പോയി ചോദിക്കും പോലെ നാട്ടിൽ നിന്ന് ചോട ആണുങ്ങളെയും വിളിച്ച് സൂയിക്കാൻ തുടങ്ങിയാല് എന്തായിരിക്കും എന്റെ പുകില്? പിന്നെ സുലു, ഡെറ്റോളയിച്ച വെള്ളത്തിൽ 101 പ്രാവശ്യം കുളിച്ചതിന് ശേഷം റൂമ് കേട്ടു. സ്വീപ്പാക്കല്ലേ? ഏത് സുലൈമാന സ്വീപ്പാക്കല്ലേ? ഓന്റെ ഒടുക്കത്തൊരു ബില്ല്. പനി പിടിച്ചു വരുന്ന അറ്റാക്ക് ഉണ്ടാക്കണ ഒരു ബില്ല്. മനുഷ്യനെ അറക്കണ അറവശാലകളാക്കള ഇരിക്കുകയാണ്. ഇങ്ങനെ പോയാ പാവപ്പെട്ടവർക്ക് സൂക്കേട് വന്നാ കഷ്ടത്തിന്റെ നടുക്കടലായി പോവൂലേ? എന്താ സുലൈമാനെ? ഒന്നും പറയണ്ട എന്റെ കാതർക്ക. ഒരു പനി വന്നതിന് അവരുടെ ചോരയും മൂത്രവും ഒക്കെ. ഇനി തടിമേൽ ഒന്നും എടുക്കാൻ ബാക്കിയില്ല. ബില്ല് കണ്ടപ്പോ ബോധം കെടാണ്ടിരുന്ന നിന്റെ തടിന്റെ കപ്പാസിറ്റി കൊണ്ടാ. കണക്കായിപ്പോയി. എങ്ങനെയെങ്കിലും ഉണ്ടാക്കണ കാശ് ഓട്ടപാത്രത്തിൽ എടുക്കണ വെള്ളം പോലെയാ. ഓക്കത്തിനും പടച്ചോന് കണക്കുണ്ട് സുലൈമാനെ, അത് മറക്കണ്ട. നിങ്ങളെങ്ങനെയല്ലേ പറയാ? ഡോക്ടറുകളെ ചങ്ങായി അല്ലേ? ചെല്ല് ചെല്ല്, പൈസ കൊടുത്ത് ബോധം കെടാൻ ചെല്ല്. ഡോക്ടർ ഇല്ലേ? ഒന്ന് കാണായിരുന്നു. ഡോക്ടർ കാതറൊക്കെ വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇക്കെ നമ്പർ 4ലേക്ക് പൊക്കോളൂട്ടാ. ശരി ശരി. രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കാണിച്ചോളൂ. ശരി ഡോക്ടർ. നെക്സ്റ്റ്. അല്ല, ആരാ ഇത്? കാതർക്ക് കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇരിക്കൂ. എവിടെയായിരുന്നു ഇത്രയും നാള്? നമ്മൾ എവിടെ പോവാനാ? കട വിട്ടാ മുറി, മുറി വിട്ടാ കട. ഇടക്കെപ്പോഴെങ്കിലും ചങ്ങാതിമാരെ കാണാൻ ഇറങ്ങും. കാതർക്ക് എന്താ കഴിക്കുന്നേ? ചായയോ കാപ്പിയോ അതോ ജ്യൂസോ? ഒന്നും വേണ്ട. എന്തെങ്കിലും? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അല്ല ഡോക്ടറെ, നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പ്രാക്ക് ദിവസവും വാങ്ങിക്കൂട്ടുന്നുണ്ടല്ലോ. അത് ഈ പ്രൊഫഷന്റെ ഭാഗമാ. നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും രണ്ടഭിപ്രായമുള്ള ആൾക്കാർ. അതൊക്കെ നോക്കാൻ നിന്നാ ഇവിടെ ജീവിക്കാൻ പറ്റുമോ കാതർക്ക? അതൊക്കെ ശരി തന്നെ. പക്ഷെ ഇവിടുത്തെ രോഗികളിൽ അധികവും തുച്ഛശമ്പളത്തിന് ജോലി ചെയ്യുന്ന പാവങ്ങളാ. ഒരസുഖം വന്നാ ആ മാസത്തെ തുക തീരും. പാവങ്ങളോട് ഒരു ഇത്തിരി ദയ കാട്ടിക്കൂടെ? കാതർക്ക ഒരു പാവം. സ്നേഹിക്കാൻ മാത്രം മതിയാവുന്ന പാവം. കാതർക്കയെ പോലെ ഞാൻ ചിന്തിച്ചാൽ ഇതിന്റെ റെന്റ്, സ്റ്റാഫിന്റെ ശമ്പളം, മറ്റ് ചെലവുകളൊക്കെ കൂടി ഒരു മാസം വലിയ സംഖ്യ വേണം. വരുന്ന രോഗികളുടെ ജാതകവും തരവും നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ ക്ലിനിക്ക് അടച്ചുകൂട്ടേണ്ടി വരും.
എന്നെ ലണ്ടനിൽ അയച്ചു മെഡിസിൻ പഠിപ്പിക്കാൻ പാലാട്ട് അച്യുതമേനോൻ എന്ന എന്റെ അച്ഛൻ സ്വത്തുവകൾ ഒരുപാട് വിറ്റു. അതൊക്കെ ഞാനായിട്ട് തിരിച്ചു പിടിക്കണ്ടേ? മുറിക്കടലാസിൽ ഓസിന് കുറിപ്പെഴുതി കൊടുക്കാൻ ഇതൊരു ധർമാശുപത്രി ഒന്നുമല്ല. അതാണ് ഇന്നത്തെ കാലത്തെ അവസ്ഥ. കാതർക്ക് ചിന്തിക്കുന്ന പോലൊക്കെ ഇപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട്. ഒരു ഒന്നാന്തരം ബിസിനസ്സുകാരനാണെങ്കിൽ ഇത്തരം ചിന്തകളൊക്കെ മാറ്റിവെക്കണം ആദ്യം. അതാ ഇന്നത്തെ കാലത്തെ അവസ്ഥ. മാറണമെന്നും മാറ്റണമെന്നും ഉണ്ട്. പക്ഷെ നമ്മൾ മാറിയാലും അവസ്ഥ മാറില്ല. അതാണ് കാലം. നിങ്ങൾ ഈ വലിയ വലിയ വർത്താനം പാവം ചായക്കടക്കാരന് മനസ്സിലാവില്ല എന്ന് കൂട്ടിക്കോളി. എന്താ ഇത്? ഞാൻ എന്നും ആഗ്രഹിക്കും കാതർക്കെ പോലത്തെ ഒരു മനസ്സ് എനിക്കുണ്ടായിരുന്നെങ്കിലോ എന്ന്. കാതർക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ നിലയിൽ എത്തില്ലായിരുന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു എന്നാ? ഡോക്ടറുടെ പഠിപ്പും മിടുക്കൊണ്ട് ഈ നിലയിലെത്തി, അത്ര തന്നെ. പിന്നെ പഠിച്ചോന്റെ അനുഗ്രഹം. അല്ല, ചോദിക്കാൻ മറന്നുപോയി, മോക്ക് സ്വന്തന്നല്ലേ? സുഖം. കാതർക്ക് എന്താ വീട്ടിൽ വരാത്തത്? മോള് സുമി എന്നും ചോദിക്കുന്നുണ്ടല്ലോ. മോണ്ട് കാണണമെന്ന്, പക്ഷെ നേരം വേണ്ടേ? തന്നെയല്ല, ഇപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു ക്ഷീണം. പ്രായമായി വരല്ലേ. അപ്പൊ കാതർക്ക, നമുക്കൊരു ചെക്കപ്പ് നടത്താം. എന്റെ ഉള്ള കട തീരെ എഴുതി തരേണ്ടി വരുമോ? ഈ കാതർക്കയുടെ ഒരു കാര്യം. നമ്മളും ചെറിയൊരു ഡോക്ടറാണെന്ന് കൂട്ടിക്കോളി. ചെറിയ പനിക്കും തലവേദനക്കും അടോളും പനടോളും നമ്മൾ കടയിൽ നിന്ന് കൊടുക്കും. വേറും 50 ഫീൽസിന്. പാവപ്പെട്ടവന്റെ പനിയും തലവേദനയും അതോടെ പമ്പ കടക്കും. എന്റെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണല്ലോ കാതർക്ക. ഉറക്കം ഒഴിക്കരുത്, കുറച്ച് വിശ്രമമൊക്കെ വേണം. BP ഉണ്ട്, മരുന്നിന് എഴുതി തരാം. പിന്നെ നാളെ രാവിലെ ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യണം. വെറുതെ അല്ല നിങ്ങളുടെ അടുത്ത് ആരും വരാത്തത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത ഗൾഫുകാരുണ്ടോ ഡോക്ടറെ? ഇതൊക്കെയല്ലേ ഗൾഫുകാരന്റെ ജീവിതത്തിൽ ഒരു സമ്പാദ്യം എന്ന് പറയണത്. താഴെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോളൂ ഗുളിക. മറ്റെവിടെയും കിട്ടൂലേ പ്രഷറിന്റെ ഗുളിക? ഡോക്ടർ പറയുന്നത് രോഗി അനുസരിക്കണം. ഓ, ഞാനിപ്പോ ഒരു രോഗിയാണല്ലോ, മറന്നുപോയി. ഇപ്പോഴാ ശരിക്കും ഞാനൊരു ഗൾഫുകാരനായത്. എന്റെ കതർക്ക, നിങ്ങൾക്കൊന്നുമില്ല. വെറുതെ ടെൻഷൻ അടിച്ച് പ്രഷർ കൂട്ടണ്ട. ടെൻഷനൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. രാവിലെ വന്ന് ഷുഗർ ചെക്ക് ചെയ്യാൻ മറക്കണ്ട. പോട്ടെ. നേരം കിട്ടുമ്പം വീട്ടിൽ വരാൻ മറക്കണ്ട. സുമിയും മോളും തിരക്കുന്നുണ്ട്. ഓക്കെ, ശരി, എന്നാ ഇറങ്ങട്ടെ. ആരുഷേ, നല്ലൊന്ന് പാനിക്കാം. നിങ്ങളൊന്ന് തിരക്കൂട്ടാണ്ടിക്ക് കാതിർക്ക. സരളെ ചക്കരെ പോത്തിനെ പോലെ കിടന്നുറങ്ങാണ്ട് ചെറുപ്പതൊക്കെ അയച്ചു ഒന്ന് എണീറ്റിടി. എന്റെ പൊന്നും കൂടെ അല്ല മാറി. എന്റെ മുണ്ടിന്ന് വിടറ. എന്തേ അൻവർ കിനാബ് കണ്ട മൊയ്തുണ്ണേ? അൻവറല്ല, പിന്നാരാ, നീയാ? നിങ്ങളെ ബാർവേല സരള ഇറക്കേണ്ടതാപ്പ. പക്ഷെ പണ്ടാരും സരളയാന്ന് കരുതിയിട്ട് എന്റെ അടുത്താ കസർത്ത്. ഓ, എന്റെ ചരിത്രം ഞാൻ കവർന്നെങ്കിൽ. ചരിത്രമല്ലടേ, ചാരിത്രം. അത് തന്നെയാ, ഞാനൊന്ന് കുറുക്കി പറഞ്ഞല്ലേ ചായ.
ആ AC ഒന്ന് ഓഫ് ചെയ്യടോ. ആ ഓ, തീ കത്തും പോലുള്ള ചൂടുണ്ട്. പനിയാ, അതാ പിച്ചും പേയും പറയണത്. പനി തുടങ്ങിയിട്ട് ഒത്തിരി ദിവസമായില്ലയോ? 2-3 ആഴ്ച ആയില്ലേ വിടാണ്ടുള്ള ഈ പനി. ഇന്നലെ അല്ലയോ ബ്ലഡൊക്കെ ചെക്കപ്പ് ചെയ്ത്? അത് റിസൾട്ട് കിട്ടിയിട്ടില്ല. പനി പല സൂക്കേടിന്റെ ലക്ഷണ. നീ ഒന്നും മിണ്ടായിരിക്കും മൊയ്തുണ്ണി. വേണ്ടാത്ത ദുശീലങ്ങളൊക്കെ ഉള്ളതാ എന്റെ റബ്ബേ. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഇപ്പോഴോ? നേരൊന്ന് വെളുത്തിട്ട് പോരെ? വേണ്ട എന്തിരേട്ടാ, ഈ പനി അധികം അങ്ങ് വെച്ചോണ്ടിരിക്കണ്ട. അൻവറേ, നീ ആ ബാബു ഡോക്ടർ ഒന്ന് വിളിക്കും. ശരിക്കാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാതിരിക്ക? 3 ആഴ്ച ആയിട്ടും വിട്ടുമാറാത്ത പനി ഒരു പ്രശ്നം തന്നെ അല്ലടോ ചന്ദ്ര. 5 മിനിറ്റ് സൂത്തിന് വേണ്ടിട്ട് ഉളുപ്പില്ലാണ്ട് നിരങ്ങിയതല്ലോ ഓൻ. നാവെടുത്ത് വളയ്ക്കാതെ മൊയ്തുണ്ണി. കർത്താവേ, അപ്പൊ എങ്ങനെ പോവാ? അൻവറേ, ഓ, ഈ ആ രമേശനൊന്ന് വിളിക്ക്. ഓന്റെ അടുത്ത് കമ്പനി വണ്ടിയുണ്ട്, ഓൻ വരും. എന്താ കാതർക്ക? ഒന്നുമില്ല, സുലൈമാന് പനിയും പറയാനും ആസ്പത്രിയിൽ കൊണ്ടുപോവാ. എല്ലാരും കൂടി ഇത് എങ്ങട്ടാ? എന്താ മംഗലത്തിന് പോവാ? ചന്ദ്രനും വർഗീസിന്റെ കൂടെ വരി. നിങ്ങളൊക്കെ ഇവിടെ നിക്കി. രമേശ് ഇപ്പൊ വരും, വേഗം ഇറങ്ങാം. ആ, പൈസ വേണോ കാതർക്ക? ഇപ്പൊ വേണ്ട മൈതുണ്ണി. ജമാല് ഈ ആ സമയത്ത് ബുദ്ധിമുട്ടായോ രമേശ? എന്ത് ബുദ്ധിമുട്ട് കാതർക്ക, നിങ്ങൾ കേറ്. സൂക്ഷിച്ചു. ഓനെന്തെങ്കിലും പറ്റിപ്പോയാല് ഓക്കും മക്കൾക്കും ഇനി ആരാന്ന് നോക്കുമ്പോളാ. മൊയ്തുണ്ണിക്ക, നിങ്ങൾ വേണ്ടാത്തൊന്നും പറയാതെ. ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും വരേണ്ടത് വഴി തങ്ങൂല മോനെ. പോയിട്ട് നേരം കുറെ ആയല്ലോ, ഒരു വിവരമില്ലല്ലോ. ഇതെന്താ ഞങ്ങ ഈ പന്തം കണ്ട പെരിച്ചായനെ പോലെ നോക്കിയിരിക്കുന്നത്? വേഗം ഫോൺ എടുക്കടോ. ഹലോ, എന്താ ചെയ്യാ? എന്താ? എവിടെയാ? ഞങ്ങൾ വരിക അച്ഛാ. എന്താ പറയാ? സുലൈമാൻ എന്ത് പറ്റി? സുലൈമാനിക്ക് റാഷിദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം. കല്ലുമക്കായിട്ട് പോയാ ഇഷ്ടപ്പെട്ടുന്ന അണ്ണാ കണ്ണാന്ന് വിളിക്കരുന്ന് പലവട്ടം ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു. രണ്ടും കൂടെ തുടങ്ങി. അസീസേ, നിന്റെ ശരീരം നന്നായിട്ടുണ്ട്. വേറെന്തൊക്കെയാ നാട്ടിലെ വിശേഷങ്ങള്? വീട്ടിലെല്ലാവർക്കും ഒരുവിധ സുഖം തന്നെ.
സൈനകത്ത് ഒരു കത്ത് തന്നിട്ടുണ്ട്. ഉം. സജന എൻ്റെ അടുത്ത് മിണ്ടിയില്ല. ആഹാ. ഉപ്പ ചെല്ലാതെന്റെ ദേഷ്യ. ഉം. പിന്നെ എന്താ? സാലിന്റെ അഡ്മിഷന്റെ പൈസ അയച്ചു കൊടുക്കാൻ സൈനാത്ത പറഞ്ഞു. ആ. നീ അറിഞ്ഞില്ലയോ നമ്മുടെ സുലൈമാന്റെ കാര്യം? എന്താ? അവൻ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞടേ. പനി അങ്ങ് കയറി ടൈഫോയിഡ് ആയില്ലയോ? ഒരാഴ്ച റാഷിദ് ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. ഓനിപ്പം പോയ ഡിങ്കോഗ്രാഫിയൊക്കെ നിർത്തി എത്ര ഡീസന്റ് ആയിപ്പോ. നിനക്ക് കൽമൊക്കെ കുറച്ചുകൂടെ കൊണ്ടുവരായിരുന്നില്ലേ? 150 എണ്ണം കൊണ്ടുവന്നു. അത് തന്നെ ഉണ്ടാക്കണ കഷ്ടപ്പാട് കണ്ടപ്പോ എനിക്ക് തന്നെ സങ്കടമായി. 150 എണ്ണോ? എന്നിട്ട് അതൊക്കെ എവിടെ പോയി? അതൊക്കെ അച്ഛൻ അടിച്ചു കയറ്റി കാണുമല്ലേ? മൊയ്തുണ്ണി വേണ്ടേ? വേണ്ട. ആരുടെ കാതർക്ക കത്ത്? ഇത് നമ്മളെ പഴയ ഒരു ചങ്ങായിന്റെ, എന്റെ കളിക്കൂട്ടുകാരൻ മാധവ മാഷിന്റെ മോൻ ഇവിടെ സോനാപൂർ ഏതോ ഒരു ലേബർ ക്യാമ്പിലുണ്ട്. നിനക്ക് അവിടൊക്കെ നല്ല പരിചയം കാണും. നമുക്കൊന്ന് പോയി നോക്കണം. അഡ്രസ് ഈ കത്തിലുണ്ട്. മയ്യത്തായ പഹനിത ഹയാത്തോടെ വന്നിക്ക്. ഇതെടുത്ത് കഴിക്കൂ സുലൈമാൻ. ഞാനൊന്ന്